വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അനുഗ്രഹീതമായ സദസ്സിന് സാക്ഷികളാകാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ മൂനാടി സ്വദേശി താജുദ്ദീൻ മുഹമ്മദ് എന്ന മാനു എന്ന ആളുടെ മകൻ താജുദ്ദീനും, പൂളമണ്ണ സുബൈദയുടെയും അതുപോലെ തന്നെ മുഹമ്മദ് എന്ന മാനുവിന്റെയും മകൻ താജുദ്ദീനും, കോട്ടപ്പാടം സ്വദേശി മാടഞ്ചേരി അബ്ദുൽ ഗഫൂറിന്റെയും സൗഫീലയുടെയും മകൾ സുഫ്വാനയും തമ്മിലുള്ള നിക്കാഹിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് നമുക്കേവർക്കും വളരെയേറെ സുപരിചിതമായ ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് വിവാഹത്തെക്കുറിച്ച് വളരെ കൂടുതൽ സംസാരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കമ്പോള താൽപര്യക്കാർ വ്യക്തികളെ കുടുംബങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി കുടുംബത്തെ തന്നെ ഇല്ലാതെയാക്കുവാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വസ്തുത ഈ പ്രബുദ്ധമായ സദസ്സ് ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒരു കുടുംബം ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം അതിന്റെ കവാടമായ വിവാഹത്തെ ഇല്ലാതെയാക്കുക എന്നതാണ് അവരതിന് കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം. വിവാഹമില്ലാതായാൽ കുടുംബം ശിഥിലമാകും. കുടുംബം ശിഥിലമായാൽ ഓരോ വ്യക്തികളും സ്വതന്ത്രരായി മാറും. അങ്ങനെ വ്യക്തികൾ സ്വതന്ത്രരായി മാറുമ്പോൾ ഇവിടെയുള്ള കമ്പോള താൽപര്യങ്ങൾ വലിയ തോതിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിയും എന്നത് തന്നെയാണ് ഇവരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിവാഹത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി, അതിന്റെ അടിയാധാരങ്ങൾ എടുത്തൊഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകൾ പണം ചെലവഴിച്ചുകൊണ്ട് മീഡിയകളിലൂടെ വലിയ പ്രചാരണമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകമായ ചില ഷോകൾ തന്നെ ഇന്ന് യുവാക്കളെയും യുവതികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കോളേജിലേക്ക് പോകും, ഒന്നോ രണ്ടോ അവതാരകന്മാരൊരു മൈക്കും പിടിച്ച് കോളേജിൽ പോയി കുട്ടികളെ മുഴുവൻ മുറ്റത്തിറക്കി അവിടെ വെച്ചുകൊണ്ട് അവരോട് ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഇന്നവർ വലിയ ഫ്രസ്ട്രേഷനിലാണ് ഉള്ളത് എന്ന് വരുത്തി തീർക്കുന്ന സ്വഭാവം, ആ നിലക്കുള്ള നരേറ്റീവുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അവർ ഇന്ന് വളരെ ബോധപൂർവം ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിവാഹം ഒരു സുസ്ഥിരമായി നിലനിൽക്കുന്നത് ഇന്ന് നമുക്കറിയാം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അവരുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട്, ആ ചിട്ട അനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെയാണ് ആദ്യം ഇളക്കി പൊളിക്കേണ്ടത് എന്നതുകൊണ്ട് മഫ്തയിട്ട പെൺകുട്ടികളെ കൊണ്ടാണ് വിവാഹത്തിന് എതിരായിട്ട് അഭിപ്രായങ്ങൾ പറയിപ്പിക്കുക. എന്നിട്ട് ആ അഭിപ്രായങ്ങളെ എടുത്ത് മഹത്വവൽക്കരിക്കുകയും അത് റീൽസുകളായി പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അങ്ങനെ വിവാഹ സംവിധാനത്തെ തന്നെ അതൊരു മോശപ്പെട്ട ഏർപ്പാടാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് പുതിയ തലമുറയെ അവര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ പ്രബുദ്ധമായ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത് ഒരു നിക്കാഹ് ഖുതുബയിൽ വിശദീകരിക്കാൻ മാത്രമുള്ളതല്ല. അത് നമ്മൾ ഓരോരുത്തരും പഠിച്ച് മനസ്സിലാക്കി അതിന്റെ യഥാർത്ഥ വശം എന്താണ് എന്ന് ഓരോ കുടുംബത്തിലെ മക്കളെയും ഇന്ന് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് 2-3 കാര്യങ്ങൾ മാത്രം ഈ ചുരുങ്ങിയ സമയത്ത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, നമ്മൾ തിരുത്തേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇന്ന് ഒരു ഫോബിയയുടെ കാലമാണ്, എല്ലാത്തിനെയും പേടിപ്പിക്കുന്ന ഒരു കാലം. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഫോബിയയാണ് ഒരു മാരേജ് ഫോബിയ, ഒരു വിവാഹ പേടി. അതായത് പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ ഒരു ഭയം തോന്നുന്ന രീതിയിലുള്ള കുറേ ചിന്തകൾ, ഡാറ്റകൾ, അനുഭവങ്ങൾ അവരുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് അവരതിന് പറയാറുള്ളത്, എനിക്ക് സ്റ്റേബിൾ ആകണം, സ്വന്തം കാലിൽ നിൽക്കണം, അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് വിവാഹം വേണ്ട, കുറച്ച് കഴിയട്ടെ
എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകാറുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വിവാഹം തന്നെ വേണ്ട എന്നുള്ളിടത്തേക്ക് എത്തുന്ന കുട്ടികളും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരോട് നമ്മൾ നിങ്ങൾക്ക് ലൈംഗികമായ ദാഹങ്ങളും ഈ പ്രായത്തിലുള്ള വൈകാരികമായ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതൊക്കെ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത് എനിക്കതൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ്. അത് വെറുതെ പറയണം. അതായത് കൗമാര പ്രായം എത്തിക്കഴിഞ്ഞാൽ ആണാകട്ടെ പെണ്ണാകട്ടെ മനുഷ്യന്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടതാണ് അവന് ലൈംഗികമായ വികാരങ്ങളും ഉത്തേജനങ്ങളും ഒക്കെ ഉണ്ടാവുമെന്നത്. അത് ആർക്കെങ്കിലും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും അവര് നല്ലൊരു ഡോക്ടറെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു 10-20 വയസ്സായിട്ട് 20-25 വയസ്സായിട്ടും അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊരു ആണിനെ കണ്ടാലും ഒരു ആണിന് പെണ്ണിനെ കണ്ടാലും ഒന്നും തോന്നണമൊന്നുമില്ല, ഒരു വികാരം തോന്നണില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് കാര്യമായ തകരാറുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അത് വലിയ മേന്മയായിട്ട് ആരും പറയേണ്ടതില്ല. ഒന്നുകിൽ അത് ചികിത്സിക്കണം. ഇനി അതല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്താന്ന് ചോദിച്ചാൽ വിവാഹമല്ലാത്ത വഴിയിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ നിർവഹിക്കും. അതിന് ഇംഗ്ലീഷിൽ കുറെ പേരിടുന്നു മാത്രം. അതിന് ബോയ് ഫ്രണ്ട് എന്ന് പേരിടും, ഗേൾ ഫ്രണ്ട് എന്ന് പേരിടും, ബെസ്റ്റി എന്ന് പേരിടും, സീസൺഷിപ്പ് എന്ന് പേരിടും, സിറ്റുവേഷൻഷിപ്പ് എന്ന് പേരിടും, ഹുക്കപ്പ് എന്ന് പേരിടും. ഈ പേരുകളൊക്കെ ഇവിടെ മുതിർന്ന ആളുകൾക്ക് ഒരു പക്ഷേ എന്താ ഈ പറയണതെന്ന് മനസ്സിലാവില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന യുവാക്കൾക്കും യുവതികൾക്കും ഇത് കൃത്യമായിട്ട് അറിയാം. അതായത് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യും ആ പറഞ്ഞ പണിയൊക്കെ ഈ പേര് വെച്ചുകൊണ്ട് വേറെ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അഥവാ സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമാണ്. അതിനർത്ഥം എന്താ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാഴ്ച ഒരു ടൂർ പോയി വിചാരിക്കുക, അപ്പൊ ഒരു പെണ്ണിനേറ്റ് ബന്ധം. വേറൊരു ഒരാഴ്ച ഒരു ട്രെയിനിങ്ങിന് പോയി വിചാരിക്കുക, അവിടെ വേറൊരു പെണ്ണിനേറ്റ് ബന്ധം. എന്താ സീസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ +2 ഒരു ബന്ധം, ഡിഗ്രിക്ക് വേറൊരു ബന്ധം, അതുപോലെ PhDക്ക് വേറൊരു ബന്ധം. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ ബന്ധം. അതാ ബന്ധം കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല, അവിടെ എന്തും നടക്കാം. അപ്പൊ അങ്ങനെ ഓരോ പേരിട്ടുകൊണ്ട് നടക്കേണ്ടതൊക്കെ നടത്തുകയും ചെയ്യാം. കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ വേണ്ടെന്നും പറയാം. ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, നിങ്ങൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. കാരണം നമ്മൾ വിശ്വാസികളാണെങ്കിൽ എന്താ വിശ്വാസികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യാ മഅ്ശറ ശബാബ്, ഏ യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാ, നിങ്ങൾ വിവാഹത്തിന് പക്വത എത്തിക്കഴിഞ്ഞാൽ ഫൽയതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കുവീൻ എന്നത് കൽപ്പനയാണ്. എന്തിനാണ്? ഫഇന്നഹു അഅദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ കണ്ണിനെ താഴ്ത്തുവാനും നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കാനും നിങ്ങൾക്ക് വിവാഹം വളരെ അത്യാവശ്യമാണ്. അഥവാ വിവാഹം സമയമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ണിനെ താഴ്ത്താൻ കഴിയില്ല. യൂട്യൂബ് തുറന്നിട്ട് കണ്ട ഫോൺ സൈറ്റിലൂടെ ഒക്കെ പോകും. അതങ്ങനെ പച്ചക്ക് പറഞ്ഞാലേ കാര്യം മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ എല്ലാ പെണ്ണുങ്ങളും പിന്നാലെ നടക്കും, അത് നോക്കിക്കൊണ്ട് നടക്കും. അവരുടെ ഫോൺ എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ നഗ്നമേനി കണ്ട് ആസ്വദിക്കുന്ന ചിത്രങ്ങളായിരിക്കും കൂടുതൽ. അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ആ ഫോൺ എടുത്ത് വേറൊരാൾക്ക് അതിന്റെ പിന്ന് തുറന്നിട്ടൊന്ന് കൊടുക്കും, കൈ കൊടുക്കും. അതെന്താ വെച്ചാൽ ആ കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. വിവാഹം സമയത്ത് കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അങ്ങനെ വല്ല കാരണവശാലും നിങ്ങൾക്ക് അതിന് കഴിയാതെ പോവുകയാണെങ്കിൽ വമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം, നിങ്ങൾ നോമ്പ് നോൽക്കണം. ഫഇന്നഹു ലഹു വിജാ, അത് നിങ്ങൾക്ക് തിന്മയെ തടുക്കുവാനുള്ള ഒരു പ്രതിരോധമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഈ വിവാഹപ്പേടി അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ കുത്തഴിഞ്ഞ അവസ്ഥയിലായിരിക്കും നമ്മുടെ മക്കൾ കടന്നു പോവുക എന്ന് തിരിച്ചറിയാം. രണ്ടാമത്തെ ഒരു പ്രവണത ഇന്ന് വർദ്ധിച്ചു വരുന്നത് എന്താന്ന് വെച്ചാൽ, ബാധ്യതകളില്ലാത്ത ജീവിതമാണ് ഇന്ന് എല്ലാവർക്കും ഇഷ്ടം. ഇനി കല്യാണം കഴിക്കാന്ന് തീരുമാനിച്ചാൽ തന്നെ എനിക്ക് ബാധ്യതകളൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ചില കുട്ടികളൊക്കെ കുറച്ചു മുമ്പ് ഒരു വിവാഹത്തിന്റെ പ്രശ്നം എന്റെ അടുക്കൽ വന്നു. അപ്പൊ അതിൽ ഇടപെട്ട് നോക്കുമ്പോൾ വിഷയം എന്താന്ന് വെച്ചാൽ, അവർ കരാറ് തെറ്റിയത് എവിടെയെന്ന് ചോദിച്ചാൽ, വിവാഹത്തിന് മുമ്പ് തന്നെ അവൾ അവനോട് പറഞ്ഞിരുന്നുവത്രേ, അവളുടെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നുവത്രേ, എന്ത്, വിവാഹം കഴിഞ്ഞാൽ 2 ആഴ്ച മാത്രമേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുകയുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നുകിൽ ബാംഗ്ലൂർ പോകണം, അല്ലെങ്കിൽ UK പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ദുബായിൽ പോകണം. ഈ 3 സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ 2 പേരും ഒന്നിച്ച് താമസിക്കുക. എനിക്ക് എന്റെ പ്രൊഫഷൻ അനുസരിച്ച് കൊണ്ടൊരു ജോലി അവിടെ ഉണ്ടാവും, അത് ഞാനും എടുക്കുക, എപ്പോഴെങ്കിലുമൊക്കെ നാട്ടിൽ വരാം. അല്ലാതെ നിങ്ങളുടെ ഉമ്മയുടെയും നിങ്ങളുടെ ഉപ്പയുടെയും നിങ്ങളുടെ വീട്ടിലെയും കാര്യങ്ങളൊന്നും നോക്കി നിൽക്കാൻ ഞാൻ ഉണ്ടാകൂല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ്. അത് തെറ്റിച്ചു എന്നുള്ളതാണ്. എന്ത്, മാസങ്ങൾ മുന്നോട്ട് പോയപ്പോ കുടുംബങ്ങളൊക്കെ അവിടെ നിൽക്കാൻ പറയില്ല സ്വാഭാവികമായിട്ടും. അപ്പൊ അവൾക്ക് അതിന് കഴിയുന്നില്ല. അപ്പോഴാണ് പ്രശ്നം. ഇത് നിങ്ങൾ വിചാരിക്കും ഒറ്റപ്പെട്ട വിഷയമാണ്. അല്ല,
അതായത് കല്യാണം കഴിച്ചാൽ തന്നെ ഒരാളുടെ ബാധ്യതയും ഏറ്റെടുക്കാനാവില്ല എന്ന ഒരു ട്രെൻഡ് ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നാൽ വിശ്വാസികളോട് ഞാൻ പറയാം, എന്താ റസൂലുള്ള പറഞ്ഞത്? കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലും മൻ റഅയ്യതിഹി. എല്ലാവരും ഭരണകർത്താക്കളാണ്, അവരുടെ ഭരണീയരെ കുറിച്ച് ചോദിക്കും. അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞത് എന്താ? വറജുലു ഫീ അഹ്ലി റാഇൻ. ഒരു പുരുഷൻ അവന്റെ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്. വഹുവ മസ്ഊലും മൻ റഅയ്യതിഹി. ആ കുടുംബത്തെക്കുറിച്ച് അവനെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വൽ മർഅതു. സ്ത്രീയാകട്ടെ ഫീ ബൈതി സൗജിഹാ. അവളെ വീടിന്റെ ഭരണാധികാരിയാണ്. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവിനെ പറ്റി പറഞ്ഞപ്പോ, പുരുഷനെ പറ്റി പറഞ്ഞപ്പോ ആ കുടുംബത്തിന്റെ മൊത്തം ചുമതലയും ഉത്തരവാദിത്വവും അവനുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു. എന്നാൽ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോ ആ വീടിന്റെ കാര്യത്തിലാണ് അവളെ പ്രത്യേകം ഊന്നിയത്. അഥവാ ആ കുടുംബത്തിന് അധ്വാനിക്കുക എന്ന ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് സ്ത്രീയെ അല്ല, പുരുഷനെയാണ്. എന്നാൽ ആ കുടുംബത്തിലെ ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളുടെയും ഒക്കെ ഉത്തരവാദിത്തങ്ങളും അവരെ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച്, മക്കളെ ശ്രദ്ധിച്ച് അതിനെ കൊണ്ടു നടക്കുക എന്ന ഡ്യൂട്ടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത്. അതിനർത്ഥം അവൾ വീടിനുള്ളിൽ അടച്ചിടപ്പെടേണ്ടവളാണ് എന്നതിനർത്ഥമില്ല. എന്നാൽ വീട്ടിലാണവൾ, അവൾക്ക് സൗകര്യവും അവർക്ക് സ്വസ്ഥതയുമുള്ളത്, അവർക്ക് ദീനിയായി അവർക്ക് നിഷ്ഠയും പാലിച്ച് ജീവിക്കാൻ കഴിയുന്നത് അവളുടെ വീട് തന്നെയാകുന്നു എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മറ്റുള്ളതൊക്കെ ഇളവുകളാണ്. അവൾക്ക് പഠിക്കാൻ പോകാം, ഇളവോടുകൂടിയാണ് പോകുന്നത്. ജോലിക്ക് പോകാം, ഇളവോടുകൂടിയാണ് പോകുന്നത്. അതെല്ലാം ഇളവാണ്. പക്ഷെ ഇന്ന് ഡിഫോൾട്ട് എന്ന് പറയുന്നത് പുറത്താണ്, വീട്ടിലിരിക്കുന്നതാണ് ഇളവ് എന്ന രീതിയിലേക്ക് തലകുത്തി മറിഞ്ഞു വന്നിരിക്കുന്നു കാഴ്ചപ്പാടുകൾ എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ബാധ്യതകളില്ലാത്ത ഒരു ജീവിതം എന്നത് വിശ്വാസികൾക്ക് ഒരു കാരണവശാലും ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഖുർആന്റെയും ഹദീസിന്റെയും വലിയൊരു ഭാഗം ഒഴിവാക്കേണ്ടി വരും. മാതാപിതാക്കളോടുള്ള ബാധ്യതയെ വരുന്ന ആ അനവധി ആയത്തും ഹദീസും ഒഴിവാക്കേണ്ടി വരും. മാതാവിന്റെ കാൽപാദത്തിന് താഴെയാണ് സ്വർഗമെന്ന ആ വാക്ക് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ എന്ന ഹദീസ് നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ, അതൊക്കെ മാറ്റിവെച്ചിട്ടല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ വിശ്വാസിയാണെങ്കിൽ, ഞാൻ അത്രക്കാരോടെ പറയുന്നുള്ളൂ, ഞാൻ വിശ്വാസിയൊന്നുമല്ല, ഞാൻ മുസ്ലിമൊന്നുമല്ല, ഞാനിവിടെ കണ്ട പുരോഗമനത്തിന്റെയും ഫെമിനിസത്തിന്റെയും പാശ്ചാത്യ കാഴ്ചപ്പാടിന്റെയും ലിബറൽ സംസ്കാരത്തിന്റെയും ഒരു ഉൽപ്പന്നമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഒരു പെൺകുട്ടി തുറന്ന് സമ്മതിക്കുന്നത് എങ്കിൽ അവർക്കുള്ളതല്ല ഞാൻ ഈ ഓതുന്ന ആയത്തും ഈ വായിക്കുന്ന ഹദീസുകളൊന്നും. മറിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം ഉച്ചരിച്ചുകൊണ്ട് വിശ്വാസിയാവുകയും ഖുർആനും സുന്നത്തുമാണ് എന്റെ ജീവിതത്തിന്റെ അടിയാധാരമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന വിശ്വാസികൾക്ക് ഒരിക്കലും തന്നെ ഉപ്പയോടും ഉമ്മയോടും മാതാപിതാക്കളോടും കുടുംബങ്ങളോടും യാതൊരു ബാധ്യതയുമില്ലാതെ എവിടെയെങ്കിലും പോയി ഒറ്റക്ക് താമസിക്കുന്ന ആരോടും ബാധ്യതയില്ലാത്ത ഒരു സംസ്കാരം ഒരു നിലക്കും തന്നെ അംഗീകരിക്കുവാൻ കഴിയാത്തതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സംതൃപ്തിയും സമാധാനവും ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ന് അത് കൊണ്ടുപോയി ഭരമേൽപ്പിച്ചിരിക്കുന്നത് പലരും ജോലിയിലാണ്. ഒരു നല്ല ജോലി ഉണ്ടായാൽ എനിക്ക് സമാധാനം ഉണ്ടാവും, ഒരു നല്ല ജോലി ഉണ്ടായാൽ എനിക്ക് നല്ല സമ്പത്ത് ഉണ്ടാവും, ഒരു നല്ല ജോലി ഉണ്ടായ എന്റെ വീട്ടിൽ എനിക്ക് ഐശ്വര്യം ഉണ്ടാവും, ഒരു ജോലി ഉണ്ടായ എന്റെ കുടുംബജീവിതം വളരെ ഗംഭീരമാവും. എല്ലാത്തിനും കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നത് ഒരു തൊഴിലിലാണ്. ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ മകനോട് ചോദിച്ചാൽ എന്താ, ഒരു ജോലിയാവട്ടെ എന്ന് പറയും. അത് പണ്ട് ആൺകുട്ടിയാണ് ജോലിയാകട്ടെ എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് പെൺകുട്ടികളോട് ചോദിച്ചാലോ, ഞാൻ സ്വന്തം കാലിൽ നിൽക്കട്ടെ, ഞാൻ സ്റ്റേബിൾ ആകട്ടെ, എന്നിട്ടേ എനിക്ക് കല്യാണം വേണ്ടതുള്ളൂ. കാരണം ഈ ഒരു ജോലി, ഒരു കരിയർ ഉണ്ടാകുന്നു എന്നതാണ് ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നത് എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവരും തിരുത്തണേ. അത് നമ്മുടെ മിഥ്യാധാരണയാണ്. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പൊട്ടത്തരമാണ്. നമ്മളെ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ജോലിയേ അല്ല. 1 കോടി രൂപ നിങ്ങൾക്ക് ഒരു മാസം വരുമാനമുണ്ടെന്ന് വിചാരിക്കും. 1 കോടി, ഞാൻ ലക്ഷം 10,000 ഒക്കെ വിട്ടൊരു കോടിയാ പറയുന്നത്. പക്ഷെ ആ വരുമാനം കിട്ടണമെങ്കിൽ നിങ്ങൾ ഓഫീസിൽ പോയി ഇരിക്കണ്ടേ? ആ ഓഫീസിൽ നിങ്ങൾ പോയിട്ട് ആ കസേരയിൽ സ്വസ്ഥമായിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ നട്ടലിന് തകരാറില്ലാതിരിക്കണ്ടേ? ഒന്ന് രാവിലെ എഴുന്നേറ്റ് രാവിലെ ആ സ്റ്റെപ്പുമ്പോൾ ഒന്നും വഴിക്കിയാൽ മതി. ആ നട്ടലിന്റെ അവിടെയുള്ള
ഒരു നരമ്പ് ഒരു ഇപ്പുറത്തേക്ക് വന്ന മതി അല്ലെ? സ്ത്രീകളോട് ചോദിച്ചാൽ മതി എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, എന്റെ ഈ നരമ്പ് കുടുങ്ങിക്കാണ് പറയും. വേറെ ആർക്കും അത് കാണാനും കഴിയൂല. അനങ്ങാൻ കഴിയാത്ത അവസ്ഥ, ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ കഴിയാത്ത അവസ്ഥ. ആർക്കാരും സംശയം ഉണ്ട് ആ കാര്യത്തില്? അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ജോലി എടുക്കാൻ കഴിയോ? ഓഫീസിൽ പോയിരിക്കാൻ കഴിയോ? നല്ലോണം ആലോചിച്ചതുകൊണ്ട് പടച്ചോനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അള്ളയാണ് നമുക്ക് അന്നം തരുന്നത്. അള്ളാഹുവാണ് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരുന്നത്. അതിനൊരു നിമിത്തം മാത്രമാണ് നമ്മുടെ ജോലി എന്ന് മനസ്സിലാക്കണം. ജോലിയല്ല നമ്മളെ പോറ്റുന്നത്. നമ്മളെ പോറ്റുന്നത് റബ്ബുൽ ആലമീനാണ്, പടച്ചതമ്പുരാനാണ്. ലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ്, പടച്ചോനെ ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം ഏൽപ്പിക്കരുതേ. കണ്ണിമ വെട്ടുന്ന സമയം അത്ര സമയം പോലും എന്റെ കാര്യം എനിക്ക് ഏൽക്കാൻ കഴിയില്ല. നമ്മുടെ ഹൃദയത്തിൽ നിലച്ചു കഴിഞ്ഞാൽ അത് മിടിപ്പിക്കാൻ ആരെ കൊണ്ട് കഴിയും? പാൻക്രിയാസിന്റെ പണി നിർത്തിയാൽ ആ പണി പുനഃസ്ഥാപിക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ ഹൃദയം നിലച്ചു പോയാൽ അതിന്റെ പ്രശ്നം ഒഴിവാക്കാൻ നമുക്ക് ആർക്ക് കഴിയും? കഴിയില്ല സുഹൃത്തുക്കളെ, അല്ലെ? ഓപ്പറേഷൻ ടേബിളിൽ രോഗിയെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ എത്രയുണ്ട്. അയാൾക്ക് പോലും അറിയില്ല അയാൾ എപ്പോഴാണ് മരിക്കുക. നമ്മൾ ഏത് സമയത്താ പടച്ചും കൊണ്ടുപോകുന്ന നമുക്കറിയാം. നമ്മൾ പറയണത് എന്റെ ജോലി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വാപ്പിയും വേണ്ട, ഉമ്മിയും വേണ്ട, നാടും വേണ്ട, നാട്ടുകാരും വേണ്ട, മഹലും വേണ്ട, ദീനും വേണ്ട, സംസ്കാരവും വേണ്ട, ഒന്നും വേണ്ട. എന്റെ ജോലിയും എന്റെ ശമ്പളവും ഉണ്ടെങ്കിൽ ഞാൻ ഏത് ആകാശത്തിന്റെ മുകളിലും പറക്കും എന്നൊരു രീതിയിലാണ് ഇന്ന് പുതിയ ജനറേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മറിയം ബീവിയുടെ ചരിത്രം അറിയില്ല നിങ്ങൾക്ക്? പൂർണ്ണ ഗർഭിണിയായ മറിയം ബീവിയോട് പടച്ചോൻ പറയണെന്ത്? നീ ആ ഈത്തപ്പനെ പിടിച്ചിട്ട് കുലുക്കിക്കോ, നിനക്ക് തിന്നാനുള്ള ഈത്തപ്പഴം അള്ള കൊഴിച്ച് പിന്നെ തരും. ഈത്തപ്പഴത്തിന്റെ മരം എല്ലാവരും കണ്ടിട്ടില്ലേ? ഈ തെങ്ങ് പോയി പിടിച്ച് കുലിക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയൂ? പിന്നെ ഈത്തപ്പഴത്തിന്റെ മരയാണെങ്കിലും പിടിക്കാൻ തന്നെ കഴിയൂല. പിന്നെ എന്താ സംഭവം? അതൊരു നിമിത്തം മാത്രമാണ്. അതിമ പിടിച്ച് കുലിക്കുക എന്നുള്ളത് ആ കുലുക്കിയിട്ടുള്ള ശക്തി കൊണ്ടല്ല അത് വീഴുന്നത്. അത് വീഴ്ത്തി കൊടുക്കണം. ആര്? അള്ള വീഴ്ത്തി കൊടുക്കണം. മനസ്സിലായോ? അതേപോലെ ജോലി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു നിമിത്തം മാത്രമാണ്. അതുകൊണ്ട് വരുമാനം ഉണ്ടാവുന്നതും ജീവിക്കാൻ കഴിയണോ അള്ളാന്റെ തൗഫീഖ് കൊണ്ടാണ്, അല്ലേ? ചില ആളുകൾക്ക് 1,00,000 രൂപ വരുമാനം ഉണ്ടാവും, പക്ഷെ ആ മാസം കഴിയുമ്പോൾ 2 ലക്ഷം കടമായിരിക്കും. എന്നാൽ വേറെ ചില ആളുകൾക്ക് 20,000 രൂപ വരുമാനം ഉണ്ടാവുള്ളൂ. ആ മാസം കഴിയുമ്പോൾ അവർക്ക് 3,000 രൂപ എടുത്തൊക്കെ ഉണ്ടാവും. രണ്ടാൾക്കും 2 കുട്ടികൾ തന്നെ ഉള്ളൂ. എന്താ സംഭവം? കാശിനൊരു ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് പടച്ചോൻ തരേണ്ടതാണ്. അതുകൊണ്ട് നല്ലോണം ഓർക്കുക, ജോലി ഉണ്ടായ ഒക്കെ ആയി തികഞ്ഞു എന്നൊരാളും വിചാരിക്കേണ്ടതില്ല. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നിശ്ചയമായും അല്ലാഹുവാണ് നിങ്ങൾക്ക് ഉപജീവന മാർഗം നൽകുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി, ഒരു ജീവിയുമില്ല ഭൂമിയിൽ, ഇല്ല അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹു റിസ്ക് നൽകിയിട്ടല്ലാതെ, വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, അവയുടെ താമസ സ്ഥലവും അവരെത്തിച്ചേരേണ്ട സ്ഥലവും ഫീ കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം ഒരു കൃത്യമായ രേഖയിൽ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. അപ്പൊ നമ്മൾ ശരിക്ക് ഭരമേൽപ്പിക്കും വിധം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ബാക്കി നമ്മളെ റിസ്കൊക്കെ അള്ള ഏൽക്കുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഏതുപോലെ ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, യഥാർത്ഥ പ്രകാരം നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ലറസഖകും കമാ യർസുഖുത് ത്വയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകും. എന്താ പക്ഷിയുടെ പ്രത്യേകത? തഗ്ദു ഖിസാമൻ വതറൂഹു ബിതാന, ഒഴിഞ്ഞ വയറുമായി രാവിലെ അത് പുറപ്പെടും, എന്നാൽ നിറഞ്ഞ വയറുമായി വൈകുന്നേരം അത് കൂട്ടിലേക്ക് തിരിച്ചു വരും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. പടച്ചോ തരും എനിക്കൊക്കെ, റിസ്ക്കൊക്കെ അള്ള തരുന്നപ്പോ കഴിഞ്ഞ നിക്കാഹുത്തുബി പറഞ്ഞാൽ. അതുകൊണ്ട് രാവിലെ പാന്റും കുപ്പായൊക്കെ മാറ്റിയിട്ട് ബെഡിൽ ഇങ്ങനെ മലന്ന് കിടന്ന വായിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരും എന്നതിന്റെ അർത്ഥം. പണിക്ക് പോണം എന്നാണ്. പക്ഷി പറന്നുപോയി, കൂട്ടിൽ നിന്ന് പറന്നുപോയി, ഇര തേടിപ്പോയി. പക്ഷെ എവിടെയാണ് ഇന്നത്തെ ഇര എന്ന് ആ പക്ഷിക്ക് അറിയില്ല. പക്ഷെ വൈകുന്നേരമാകുമ്പോ അതിന്റെ വയറ് നിറഞ്ഞിരിക്കും. അതേപോലെ നീയത്ത് വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ രാവിലെ നമുക്കറിയുന്നൊരു പണിക്ക് പുറപ്പെട്ടാൽ പടച്ചോ അതിൽ ഐശ്വര്യം നമുക്ക് എന്ത് ചെയ്യും? തരും. ഒരു പേടിയ കാര്യത്തിൽ വേണ്ടെന്നാണ്. അപ്പൊ റിസ്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വിവാഹം ഒരിക്കലും ഉപജീവനത്തിന് തടസ്സമല്ല. തസവ്വജു ഫഇന്നഹു യുവസ്സിഉല്ലാഹു ലക്കും ഫിർ റിസ്ഖീന, നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളൂ, എന്നാൽ നിങ്ങൾക്ക് ഉപജീവന മാർഗത്തിൽ അള്ളാഹു വിശാലത നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്.
പിന്നെ പെൺകുട്ടികൾ ഇപ്പൊ ധരിച്ചു വെച്ചത് എന്താ, ഇപ്പൊ എനിക്ക് ഭയങ്കര സ്വസ്ഥതയാണ്, സമാധാനം, ഇങ്ങനൊരു കല്യാണമൊക്കെ കഴിച്ച് ഒരാൾ അണ്ടറിൽ നിൽക്കാൻ തുടങ്ങി ഒരമ്മായിമാരുടെ അടുത്തൊക്കെ പോയി താമസിച്ചാൽ ആകെ പ്രശ്നം, ഉള്ള സമാധാനമൊക്കെ പോകുന്ന. എന്നാൽ ഇസ്ലാം പറഞ്ഞത് എന്താ, നേരെ എതിരാണ്. വമിന്നായാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങളെ പരസ്പരം ഇണകളാക്കി സൃഷ്ടിച്ചു എന്നുള്ളതും. അതെന്തിനു വേണ്ടി? ലിതസ്കുനൂ ഇലൈഹാ, പരസ്പരം സന്തോഷത്തോടുകൂടി അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി, അവളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി, സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി. അപ്പോ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ, അല്ലാഹു അവർക്ക് മവദ്ദത്തും റഹ്മത്തും നൽകുകയും ചെയ്തു എന്നാണ്. ശരിക്കും വിവാഹ ജീവിതം കഴിയുമ്പോഴാണ്, അതിലൂടെയാണ് അള്ളാഹു നമുക്ക് എന്ത് ചെയ്യുക, സ്നേഹവും ഐക്യവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഒരു കല്യാണത്തിലൂടെയാണ് ലഭിക്കുക എന്ന് കൃത്യമായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നാം ഒരിക്കലും തിന്മയുടെ തുടക്കക്കാരാകരുത്, നമ്മൾ നന്മയുടെ തുടക്കക്കാരാകണം. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ പറയുക, ഈ ഒരു സദസ്സ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ 2 കുടുംബത്തിന്റെയും ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ കരുവരട്ട, ഈ മൂനാടി പ്രദേശത്തെ മിക്കവാറും ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യം നമ്മളായിട്ട് തുടങ്ങി വെക്കരുത്. ഞാനത് അങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ അറിയോ, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അനിസ്ലാമികമായ ഒരു കാര്യം വിവാഹത്തോടു കൂടി കൊണ്ടുവന്നാൽ പിന്നെ അത് മാതൃകയാക്കിയിട്ടാണ് മറ്റു കുട്ടികളൊക്കെ അത് ചെയ്യാം. ഇപ്പൊ ന്യൂ ജനറേഷനോട് നിങ്ങൾ ചോദിച്ചു നോക്കി, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യണത് എന്ന് ചോദിച്ചാൽ അവർ പറയും, എന്താ മൂത്താപ്പാന്റെ കല്യാണം ഉണ്ടായപ്പോ അങ്ങനെ ചെയ്തില്ലേ, ഇളയമ്മാന്റെ കല്യാണം ഉണ്ടായപ്പോ അങ്ങനെ ചെയ്തില്ലേ, നമ്മളെ അമ്മോന്റെ കല്യാണത്തിൽ അങ്ങനെ നടന്നില്ലേ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിന്റെ കല്യാണത്തിൽ അങ്ങനെ നടന്നില്ലേ, പിന്നെ എന്റെ കൂട്ടുകാരെ കല്യാണം ഒക്കെ നടന്നപ്പോ അവിടെ ബാൻഡും മുട്ടും പാട്ടും നൃത്തവും അതേപോലെ തന്നെ പല്ലക്ക് വരലും പടക്കം പൊട്ടിക്കലും പരിപാടിയും, അവസാനം കുറച്ച് ആൾക്കാർ തുണി മടിഞ്ഞു കുത്തി വന്നിട്ട് അവിടെ കച്ചറുണ്ടാക്കലും നായാട്ടുണ്ടാക്കലും അടിയുണ്ടാക്കലും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ എന്തും നടന്നൂടെ? തെളിവെന്താ? മതമല്ല തെളിവ്. തെളിവെന്താ? ആരോഗ്യപരമായ എന്തെങ്കിലും കാഴ്ചപ്പാടുകളല്ല, സാമൂഹ്യമായ കാഴ്ചപ്പാടുകളല്ല, മറിച്ച് അവിടെ ഉണ്ടായില്ലേ, ഇവിടെ ഉണ്ടായില്ലേ, മൂത്താപ്പാനോട് ഉണ്ടായില്ലേ, ഇളയമാനോട് ഉണ്ടായില്ലേ എന്നുള്ള. അതുണ്ടായില്ലേ എന്ന് ചോദിക്കാൻ പേർക്ക് ന്യായം കൊടുത്തത് ആരാ? ആദ്യം തുടങ്ങി വെച്ചവനാണ്. ഒരു തറവാട്ടിൽ ഈ പരിപാടി ആദ്യം തുടങ്ങി വെച്ചവൻ ആരാണോ അയാൾ മരിച്ചു പോകുമ്പോ അതിന്റെ ചെറുവായിട്ടേ കബർക്കാണ് പോവുള്ളൂ, എഴുതി വെച്ചതുകൊണ്ട്. ഒരിക്കലും അത് ഉണ്ടാവരുത്. നമ്മളെ കല്യാണം കണ്ടുകാണ്ട് ഒരാള് ഒരു തോന്നിയാസം തുടങ്ങാൻ ഒരു കാരണവശാലും കാരണമാകരുത്. ഞാൻ തോന്നിയാസം എന്ന് പറയുന്നത് ഈ ഒരു സദസ്സിന് പറ്റുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ചില വീഡിയോസ് കണ്ടാൽ അങ്ങനെയേ പറയാൻ കഴിയൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നൊരു വീഡിയോ, ഒരു നല്ല കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോ പൂര അടിയാണ് അവിടെ. എന്താ അടി? പുതിയാപ്പളുടെ വന്ന ആൾക്കാർ പടക്കം പൊട്ടിച്ചു. പടക്കം പൊട്ടിച്ച വേറുള്ളവരൊക്കെ കൂടിയിട്ട് പാടില്ല എന്ന് പറഞ്ഞു. കുറച്ച് കാരണന്മാർ പറഞ്ഞു പാടില്ല, ഇവിടെ പാടില്ല. എന്താ പൊട്ടിച്ചങ്ങൾ ചെയ്യിച്ചിട്ട് അയാളെ മുഖത്തടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു, ആ കല്യാണത്തിന്റെ നാശായില്ലേ? ഇത് ചോദിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, നിക്കാഹ് ഖുത്ബ ഒരു ഉപചാരം പോലെ നടക്കേണ്ട കാലമല്ല ഇത്. അത്രമേൽ വിവാഹത്തെ പ്രഹരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ ഈ ഒരു പരിസരത്ത് ഇവിടെ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട്. നമ്മളിപ്പോ ഈ ഇവിടുത്തെ സുന്നി പള്ളിയുണ്ട്, ഇവിടെ മുജാഹിദ് പള്ളിയുണ്ട്, എല്ലാ പള്ളിയുണ്ട്. ഈ പള്ളിക്കത്ത് മഹല്ലും ആൾക്കാരൊക്കെ തീരുമാനിക്കന്നെ ഇവിടെ ആ ജാതി മാത്താങ്കുത്ത് പറ്റൂല ഈ നാട്ടിൽ നിന്നാണ് തീരുമാനിച്ചാൽ നടക്കൂലേ കാര്യം. അതിൽ സുന്നി മുജാഹിദും വ്യത്യാസമൊന്നുമില്ല. ആ തീരുമാനം എടുക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ മനുഷ്യന്മാര് മാനമര്യാദക്ക് നടക്കുന്ന ഒരു സദസ്സിൽ വന്നിട്ട് എന്തും ചെയ്യാമെന്നും എന്നിട്ട് അത് ചോദിക്കാൻ ചെന്നാൽ അവർ കൈകാര്യം ചെയ്യാമെന്നും. ഇതിനാണോ വിവാഹങ്ങൾ? ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇന്ന് ആരോ ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു, ഞാനത് കണ്ടു നോക്കുമ്പോൾ എന്താ, ഒരു പെൺകുട്ടി, നേരത്തെ പറഞ്ഞ ടീം കോളേജിൽ പോയി കണ്ട് ഇന്റർവ്യൂ നടത്തുക. അപ്പൊ ഒരു പെൺകുട്ടി, ഒരു മഫ്തിട്ട പെൺകുട്ടി പറയാ, ആ ഒരു മക്കനിട്ട പെൺകുട്ടി, നമ്മളെ കല്യാണത്തിന് ഇപ്പോ എന്തെങ്കിലും നമ്മളെ ടീംസൊക്കെ വന്ന് കണ്ട് അവിടെ ഒരു ഡാൻസോ ഒരു പരിപാടിയോ പാട്ടോ എന്തെങ്കിലുമൊക്കെ നടത്തിയ വീട്ടുകാരൊക്കെ ഇറങ്ങിയിട്ട് അതാ പൊന്തം മുട്ടു പറയും. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് മനസ്സിലായില്ല, എന്താ ഈ പൊന്തം മുട്ടു പറയുന്നത്, എന്താ ഈ പറയണ ചോദിച്ചു. അത് നിങ്ങൾക്ക് അറിയില്ല, അത് ഞങ്ങളുടെ നാട്ടിൽ പറയും. എന്നിട്ട് ഇമോഷണലി എന്താക്കും, ബ്ലാക്ക് മെയിൽ ചെയ്യും ഞങ്ങളെ. എന്താ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യണ തെളിവെന്താ പറയണറിയോ? നിങ്ങൾ നരകത്ത് പോവും, പടച്ചോൻ ശിക്ഷിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാപ്പിയമ്മയും ഞങ്ങളങ്ങോട്ട് ഇടങ്ങാറാക്കും. എന്താ ഈ കുട്ടികൾ മനസ്സിലാക്കിക്കണേ അള്ളാനെ പറ്റി? എന്താ ഈ കുട്ടികൾ മനസ്സിലാക്കിക്കണത് സ്വർഗത്തെ പറ്റി? എന്താണ് ഇവർ പഠിച്ചിരിക്കുന്നത് നരകത്തെ പറ്റി? എന്താണ് ഇവർ ഇസ്ലാം ദീനിനെ പറ്റി പഠിച്ചിരിക്കുന്നത്? നിങ്ങളുടെ നെഞ്ചൂക്കോടുകൂടി പറയാ,
പടച്ചോൻ ശിക്ഷിക്കുന്നൊക്കെ പറയുന്നു. അതെന്തോ ഒരു മായാവി കഥയാണോന്നോ വിചാരം? ഒരിക്കലുമല്ല. ഇന്നാണ് കണ്ണടച്ചാൽ ഖബറിൽ നാളെ വിചാരണക്ക് വരാനിരിക്കുന്ന കാര്യമാണത്. നാളെ പരലോകം രണ്ടാമത് എഴുന്നേറ്റ് വരും. ആ സ്വർഗവും നരകവും കണ്ണുകൊണ്ട് കാണേണ്ടി വരും. എപ്പോഴാ മരിക്കുക? ഒമാത്തതിരി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ എവിടെ വെച്ചാൽ മനുഷ്യൻ മരിക്കുക ആർക്കും അറിയില്ല. ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. എനിക്കെന്താ ഉറപ്പ് പറയാൻ പറ്റുക? ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് എണീറ്റ് പോകുന്ന ആർക്കും ഉറപ്പ് പറയാൻ പറ്റുക? ഇപ്പൊ 40, 50, 55 വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാരാണ് സ്ട്രോക്ക് ഉണ്ടായിട്ടും അറ്റാക്ക് ഉണ്ടായിട്ടും മരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അതുകൊണ്ട് വലിയ വളവൊന്നും പറയണ്ട. നമ്മൾ എപ്പോഴാ പടച്ചോൻ തിരിച്ചു വിളിക്കാൻ അറിയില്ല. അതുകൊണ്ട് അള്ളാന്റെ തൃപ്തി അനുസരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ മേഖലയിലും ജീവിക്കണം. പ്രത്യേകിച്ച് വിവാഹത്തിന്റെ രംഗത്ത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രകൃതിക്ഷോഭങ്ങളും പ്രളയങ്ങളും ദുരിതങ്ങളും ഭൂമികുലുക്കങ്ങളും ഒക്കെ കൂടുന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ട് അതിന് കാരണം പറഞ്ഞത് എന്താ അറിയോ? ഇദാ ലഹറത്തിൽ ഖിയാൻ വൽ മആസിഫ് വശുരിബത്തുൽ ഖുമൂർ. നൃത്തം, നഗ്നയോടുകൂടിയുള്ള സ്ത്രീകളുടെ നൃത്തവേദികൾ വർദ്ധിക്കുക, അതേപോലെ തന്നെ സംഗീത ഉപകരണങ്ങൾ വർദ്ധിക്കുക, മദ്യപാനം വർദ്ധിക്കുക. ഇതൊരു നാട്ടിൽ വർദ്ധിച്ചാൽ എല്ലാ പ്രകൃതിക്ഷോഭങ്ങളും ആവർത്തിച്ച് വരുന്ന. ഇന്ന് കേരളത്തിന്റെ കാലാവസ്ഥ സ്റ്റേബിൾ ആകുന്നുണ്ടോ? ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസമായി കഴിഞ്ഞാൽ കാർമേഘം വന്നാൽ മതി, അപ്പൊ സ്കൂളിലൊക്കെ അവധി കൊടുക്കും. പഠിച്ചു തുടങ്ങിയല്ലേ ഈ പരിപാടി? എത്ര പെട്ടെന്നാ വീടുകൾ മുങ്ങിപ്പോണ്, നല്ലോണം ആലോചിച്ചോളി. അതുകൊണ്ട് നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ പടച്ചതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരും. കോവിഡ് വന്നത് നമ്മൾ കണ്ടില്ലേ? അടിച്ചു പൊളിച്ച് പോടി നടക്കണ ഒരു കൊല്ലം പൂട്ടിനിട്ട്. അതുകൊണ്ട് ഒരു അള്ള ഉണ്ട് എന്നുള്ളൊരു ഓർമ്മയോടുകൂടി വേണം നമ്മുടെ സമുദായം ഈ കാലഘട്ടത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ നല്ലൊരു ക്ലൈമറ്റ് ഇവിടെ നിലനിർത്തണം. നല്ലൊരു ക്ലൈമറ്റ് ആണെങ്കിൽ ആരും ഇതിനെതിരെ ചെയ്യൂല. അപ്പൊ നിങ്ങൾ എല്ലാവരും വിദേശത്ത് പോയി വരുന്ന ആൾക്കാരല്ലേ? കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നത് വരെ നമ്മളൊരു മിഠായി തിന്നാല് ആ മിഠായിന്റെ കടലാസ് ഫ്ലൈറ്റിലിടുവോ? എയർപോർട്ടിലിടുവോ? എവിടെ ഇടൂലല്ലോ. അതതിന് ഇടാൻ വേണ്ടി നിശ്ചയിച്ച സ്ഥലത്തെ നമ്മൾ കൊണ്ടുപോയിടുള്ളൂ. അതെന്താ? ഇന്ന് അവിടെ നിന്ന് ഇറങ്ങി കൊണ്ടോട്ടിക്ക് എത്തിയാലോ നമ്മൾ തോന്നിയോടത്തൊക്കെ ഇടും, തോന്നിയോടത്തൊക്കെ തുപ്പും. എന്താ കാര്യം? അവിടുത്തെ ക്ലൈമറ്റ് വേറെയാണ്, ആ എയർപോർട്ടിലത്തെ ക്ലൈമറ്റ് വേറെയാണ്. മനസ്സിലായോ? അതേപോലെ നമ്മളെ നാട്ടില് ഒരു നല്ല നിലക്ക് മാനമര്യാദക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ നടന്നു പോണൊരു നാടാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാവരും പോവും. അതിങ്ങോട്ട് കീഴ്മേൽ മറിഞ്ഞാലോ ക്ലൈമറ്റ് മാറിയാലോ പിന്നെ എല്ലാവരും അതിനനുസരിച്ചും പോവും. അതുകൊണ്ട് നമ്മളെ നാടിന്റെ ക്ലൈമറ്റ് ലോകത്ത് എവിടെയൊക്കെ ഭൂമി കുലുങ്ങിയാലും ഇവിടെ കുലുങ്ങാൻ സമ്മതിക്കാൻ പാടില്ല. അതെല്ലാ നാട്ടുകാരും തീരുമാനിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് വലിയ പരിഹാരമാകും എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ നാട് നമുക്കെല്ലാവർക്കും അറിയാം, വീടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താമസമൊക്കെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പെട്ടെന്ന് വിദേശത്തേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ വോട്ട് നമുക്കുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ നിക്കാവുത്ത് ബയാലും വേണ്ടില്ല, കൂടുന്നിടത്തൊക്കെ പറയണമെന്ന് എന്റെ അഭിപ്രായം. SIR എന്ന സംഭവം വന്നതോടുകൂടി ഈ ഒരൊറ്റ മാസം കൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും വോട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തണം. വോട്ടില്ലാതെ സംശയ പട്ടികയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തെളിയിക്കൽ വലിയ പ്രയാസമായിരിക്കും. മുസ്ലിങ്ങളല്ലാത്തവർക്കൊക്കെ CAA നിയമം രക്ഷക്കെത്തും. പക്ഷെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു നിയമം രക്ഷക്കെത്തുകയില്ല. അതുകൊണ്ട് ആ കാര്യം കൂടി എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു ഏറ്റവും ഹൈറായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിൽ ഈ ഒരു കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്ന 2-3 ആളുകളുണ്ട്. അതിലൊന്ന് ഇവന്റെ താജുദ്ദീന്റെ വല്യപ്പയും വല്യമ്മയും അതേപോലെ തന്നെ അവന്റെ വാപ്പയാണ്. അതിൽ വല്യപ്പ ഞങ്ങളെ പൂളമണ്ണ മുഹമ്മദ് കാക്ക ഞങ്ങളുടെയൊക്കെ ഒരു കാരണവരായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം ഈ നിക്കാഹ് കാണാൻ ഇന്ന് നമ്മളെ കൂടെ ഇല്ല. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അവന്റെ പിതാവ് മാനോക്ക അദ്ദേഹവും മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനും തന്നെ ഇത് കാണാൻ തൗഫീക്ക് ഉണ്ടാവുകയാണെങ്കിൽ വല്ലാത്ത സന്തോഷമായിരിക്കും. പക്ഷെ അദ്ദേഹവും നമ്മുടെ കൂടെയില്ല. അദ്ദേഹത്തിന്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരാൾ അവന്റെ വല്യമ്മ കുഞ്ഞിത്താത്തയാണ്. അവരിന്ന് ഹയാത്തിലുണ്ട്. ഞാൻ ഈ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇവന്റെ കാര്യം പറയും, അവന്റെ കല്യാണത്തിന്റെ വിഷയം പറയും. ഇന്ന് അൽഹംദുലില്ലാ ഒരു നല്ല ഒരു കല്യാണം ശരിയായി, അത് നടക്കുന്നു. അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവർ തന്നെയായിരിക്കും. ആ സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുകൊള്ളാം. അള്ളാഹു ഈ 2 കുടുംബത്തിനും സ്വാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ വിവാഹങ്ങളൊക്കെ വളരെ വിശുദ്ധിയോടുകൂടി ഇസ്ലാമികമായി നടത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാടിനെയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെയും
യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ നിലക്കുള്ള തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഈ കുടുംബത്തിനു വേണ്ടി ഈ നിക്കാഹ് കഴിയുമ്പോൾ പ്രത്യേകമായും പ്രാർത്ഥിക്കണം. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ എന്ന പ്രാർത്ഥന, ഇവർക്ക് അനുഗ്രഹം ഉണ്ടാകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിന് എതിരാകുന്ന ഒരു കാര്യവും നമ്മളിൽ നിന്ന് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.